ഹല്ലേലൂയ. എന്റെ യേശു ആരിലും മതിയായവനാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ സ്നേഹമൊക്കെ താൽക്കാലികമായി നിൽക്കുമ്പോൾ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, എന്റെ ഏത് ആപത്തിലും, എന്റെ ഏത് സങ്കടത്തിലും, എന്റെ ഏത് അവസ്ഥയിലും, എന്റെ ഏത് രോഗത്തിലും, എന്റെ ഏത് കഷ്ടപ്പാടിലും ഇന്ന് മകൾക്കാലം എന്നെ നെഞ്ചോട് ചേർക്കുന്ന ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ജീവനുള്ള കർത്താവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റോ, ഇന്ന് മകൾക്കാലം അവൻ ജീവിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച്, ഹല്ലേലൂയ, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഇന്ന് മകൾക്കാലം ഇതിനകത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റോ, എന്റെ യേശു ജീവിക്കുന്നവനാ. ഹല്ലേലൂയ. എന്റെ യേശു ജീവിക്കുന്നവനാ. ഉറപ്പോടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്റെ യേശു നിങ്ങളുടെ കാലം ജീവിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. എത്ര സന്തോഷമുള്ള കരം ഉയർത്തി കർത്താവിന്റെ നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മഴക്കാലം ഞാനും നിങ്ങളും ഒന്നുകൊണ്ടിരിക്കാൻ യോഗ്യനല്ലായിരുന്നു. ഹല്ലേലൂയ. പാപത്തിന്റെ ചേറ്റിൽ കിടന്ന നമ്മളെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താങ്കാന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. നാം എല്ലാം നല്ലവരല്ലായിരുന്നൊരു കാലമുണ്ട്. ഹല്ലേലൂയ. നാമൊക്കെ പാപത്തിന്റെ ചേറ്റുകുടിയിൽ കിടന്നൊരു കാലമുണ്ട്. ഹല്ലേലൂയ. ഇന്നവർക്ക് ലോകത്തിന്റെ മോഹങ്ങളിൽ പോയി പലയിടത്തും പെട്ടുകിടക്കുന്നവരെ നാം ഇന്ന് കാണാറുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നവർക്കാരും ഇതിനകത്ത് നിന്ന് ആരാധിക്കാൻ ഞാൻ യോഗ്യനല്ലായിരുന്നൊരു സമയത്ത്, പക്ഷെ ഇന്നവർക്കാരും എന്നെ യോഗ്യനാക്കി തീർത്ത ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര ഉറപ്പോടെ പറയാൻ പറ്റും, ഇന്നവർക്കാരും അവൻ ജീവിക്കുന്ന കർത്താവ്, ഇന്നവർക്കാരും അവൻ ജീവിക്കുന്ന കർത്താവ്. ഇന്നവർക്ക് എന്റെയും നിന്റെയും കൂടെ ഹല്ലേലൂയ. നിന്റെ കണ്ണിനെ ആപത്തു നിന്നും, അതിന്റെ പ്രാണനെ ആപത്തു നിന്നും, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും ഇന്നവർക്കാരും കരുതിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, ഇന്നവർക്കാരും അവൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ മാത്രം കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും ശക്തിയോടെ യേശുനാഥൻ നാമത്തിലും ജയം ജയം എപ്പോഴും.
യേശുവിന്റെ രക്തത്തിന്റെ ശക്തി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചിലരുടെ കുടയുമുണ്ട്. രക്തത്തുളികൾ നിങ്ങളുടെ ശരീരങ്ങളിൽ എന്റെ ശരീരം പറ്റിപ്പിടിക്കുന്ന ചില അത്തിക്കൂട്ടങ്ങളെ വെട്ടിയറിയാൻ പോകുകയാണ്. അവരുടെ ശക്തി ഇത് ഏലിയാവിന്റെ ദൈവത്തിന്റെ തീ അഭിഷേകം. വചനം പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്നവരാണ് ഈ വക അടയാളം. ആരാ വിശ്വസിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലെത്തി വിജ്ഞാനികളെ കാലികൾക്ക് ബലമുണ്ടോ എന്ന് ചോദിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്റെ അഗ്നിയുടെ മുമ്പ് നിൽക്കാൻ നിങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ടോ എന്ന് പരിശുദ്ധ ചോദിക്കട്ടെ. തോൽവികളെ ജയിക്കണമെങ്കിൽ ഇന്ന് പകത്തിന്റെ വായിൽ തീ പുറപ്പെടാൻ പോകുകയാണ്. ആലയത്തിൽ തീ ഇറങ്ങുന്ന സമയം ദൈവത്തെ പോലെ ഒരുത്തൻ ഇവിടെയില്ല. അവന്റെ ശക്തി ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. അതിനെ എടുത്ത് ഏറിയ വന്നു. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. മൈ ഡിയർ റൈറ്റ്നസ് ഫാദർ, നിന്റെ ശക്തി നിന്റെ മക്കളുടെ മേൽ ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാം പുതിയതാക്കുക. എല്ലാം പുതിയതാകുന്നു. ഭൂതങ്ങളെയും അന്ധകാര പോരുകളെയും വെട്ടിമാറ്റിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ 40-ാം ദിവസം ഏലിയാവിന്റെ ദൈവത്തിന്റെ വായിൽ പുറപ്പെടുന്ന അഭിഷേകം ഇന്നിവിടെ കാല് ചവിട്ടിയ ഓരോ കാലുകളിൽ കൂടെ ഏലിയാവിന്റെ ദൈവത്തിന്റെ തീച്ചിലരവേൽ ഏത് ശത്രുക്കളെ ആമ്പേറുള്ളവരെ ജയമെടുക്കാൻ തന്നെയുള്ളവരും ഇറങ്ങി വരട്ടെ. ഏലിയ പറയാൻ തീ കൊണ്ട് ഉത്തരവാദം ദൈവം തന്നെ ഇവിടെ ദൈവമെന്ന് ഇരിക്കട്ടെ. ജനമൊക്കെ നല്ല വാക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ സംഭവിക്കട്ടെ. ചിലത് കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി
എല്ലാവർക്കും അല്ല, ആദ്യമുള്ളവർക്ക് ചിലത് കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി കൈമാറുകയാണ് ഇവിടെ. ആ കൊടിയ തീ, കൊടിയ കാറ്റ് അനുഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു. അതിനുള്ള വേഗം കടന്നു വരട്ടെ. വന്നവർക്കായി സ്തോത്രം സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ബൈബിൾ കേട്ടാട്ടെ. 150 സങ്കീർത്തനം റജി പാസ്റ്റർ വായിക്കും. നമുക്ക് പ്രതി വായിക്കാൻ വേണ്ടി വായിക്കാം. 150 സങ്കീർത്തനം 150. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഇവിടെ കടന്നു വന്ന ദൈവമക്കൾ, ആദ്യമായി കടന്നു വന്നവർ ഏവർക്കും വേഗം വരുന്ന യേശു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് ചിലത് കീഴ്പ്പെടുത്തോളം ശക്തി. അത് എന്തുമായിക്കോട്ടെ, നാളുകളായി നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, നിന്നെ ജീവിക്കാൻ വിടത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾ, നിന്നെ മുൻപോട്ട് പോകാൻ വിടത്തില്ല എന്ന് നിന്നെ തടയുന്ന ചില പോരുകൾ ഇന്നത് അറക്കുക. ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്റെ കൂടെ ഇരിക്കുമെങ്കിൽ ചിലത് ഞാൻ എങ്ങനെ കീഴ്പ്പെടുത്തുള്ള ശക്തി തരുന്ന അറിയാമോ? ഇവിടെ പപ്പടം പൊട്ടിക്കുന്നത് പോലെയുള്ള ശക്തിയാണ്. ഒരു പപ്പടം പൊടിക്കുവാൻ എത്ര ശക്തി വേണം നിനക്ക്? ഇതുപോലെ ചിലത് നീ പൊടിക്കപ്പെടാ. അഭിഷേകമുള്ളവർക്ക് മനസ്സിലാകും. അത് ചിലർക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം. ടീച്ചർ എണ്ണിച്ചിരിക്കാമോ? ഇദ്ദേഹം ഒരു ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. ഒരു ഭയങ്കര പൊസിഷൻ നിൽക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. എവിടെ തൊട്ടാലും പരാജയം. ഇപ്പൊ ഒടുവിൽ ഇദ്ദേഹം തീരുമാനം എടുത്തിരിക്കുന്നത്, ഞാൻ യേശുവിനെ വേല ചെയ്യുമെന്ന്. ആ ചെയ്യുമെന്ന് എപ്പോൾ ചിന്തിച്ചോ ആ നിമിഷം മുതൽ ഫുൾ ടെംപ്റ്റേഷൻ. ടീച്ചറെ ഇനി വീഴാൻ പോകുന്നത് പിന്നാലെയല്ല, മുൻപിലോട്ടാ. യോഹന്നാൻ വീഴുന്നത് മലന്നല്ല വീഴുന്നത്, കവിഴ്ന്നവന്റെ കാലിലോട്ടാ വീഴുന്നത്. അത് തീയുടെ ശക്തിയാ. പുതപ്പിന്റെ ശക്തി ടീച്ചർ എന്നെ തൊടുകയായിപ്പോൾ. ഞാൻ അറിയുന്നുള്ള വരത്തില്ല. പുതപ്പ് തന്നിട്ടുണ്ടവൻ നിനക്ക്.
പുതപ്പ് കയ്യിലുള്ളത് വരെ ഏലിയാവെ യോധം കീഴ്പ്പെടുപെടാൻ നിനക്ക് ആരോ ഏറ്റെടുത്തിട്ടുണ്ട്. പുതപ്പ് കയ്യിലുള്ളവരുടെ കയ്യിൽ ചിലത് കീഴ്പ്പെടുക. ഇവിടെ പുതപ്പില്ലാത്തവൻ വായി നോക്കി നിൽക്കത്തേ ഉള്ളൂ. പുതപ്പുള്ളവൻ ജയിക്കപ്പെടാ. അത് ദൈവത്തിന്റെ ദാനം. അഡകമ്പം മസ്തം ധനാനിബി ഉസ്പനെ റാക്കസലാരമ റീമേ ഉസ്പനെ റബോ അസ്താരിബി സമന്താര ബൗഡൽ വൈറ്റം താരം തരകം അസ്തം ലിവാനവാസി. ഇത് ഏലിയാവിന്റെ വായിന്ന് പുറപ്പെടുന്ന ലാഭ. ലാഭമുള്ള ആരെവിടെ ഓടി ഫ്രണ്ടി വരാം, കൈമാറാൻ. നിന്റെ അഭിഷേകത്തെ അപ്പാക്ക് കൊടുക്കാൻ, നിന്റെ ബലത്തെ അപ്പായി കൊടുക്കാൻ ആമ്പയുള്ള വായുടെ നിന്റെ ഒരു തീ ഇറങ്ങുവാൻ കാണിച്ചു തരാമ്പോൾ വിളിച്ചവൻ വിശ്വസ്തനാ. ഇത് തീയിറങ്ങുന്ന സ്ഥലം. Are you ready? എന്റെ അപ്പയുടെ ശക്തി എന്റെ മേൽ ഇറങ്ങിയാൽ, എന്റെ ദൈവത്തിന്റെ തീ എന്റെ മേൽ ഇറങ്ങിയാൽ ഞാൻ ആള് മാറുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ചിലതൊക്കെ കസേരയെന്ന് പൊങ്ങാൻ പറ്റാത്ത പറ്റിയിരിക്കൊണ്ട് സാരമില്ല. വിളിച്ചവൻ വരത്തില്ല, വിളിക്കാത്തവൻ വരും. കർത്താവ് വിളിച്ചവൻ ചെയ്യത്തില്ല, പക്ഷേ കർത്താവ് വിളിക്കാത്തവൻ ഇറങ്ങി ചെയ്യും. അതിനങ്ങനെ പഠിപ്പിക്കുന്നു. ടീച്ചറെ ശക്തി വാങ്ങ്. ഓ ശാലവ ചക്കത്തരാബി അസ്മിരാരവ ചാലരിവന ചാരമൗഡൽ റിവേ അസ്മി. ഇത് പുതപ്പ് കൈമാറുന്ന കർത്താവ് 8 മുതൽ പുതപ്പ് കൊണ്ട് ഇവിടെ വച്ചിട്ടുണ്ട്. എന്റെ അപ്പോൾ 8 മുതൽ പുതപ്പ് കൊണ്ട് വച്ചിട്ടുണ്ട്. എടുത്ത് കൊള്ളാനോട്ട് ചിലർക്ക് അവര് വ്യാപാരം ചെയ്യട്ടെ. യോർദാന് കീറുവാനും. യോർദാന് കീറുന്നതിന് അർത്ഥം അറിയാമോ? സർപ്പത്തലയെ കീറിക്കളയുന്ന ശക്തിയാണ്. യേശു പറഞ്ഞു നിന്റെ മേൽ ശക്തി വരും. യേശു പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. എങ്ങനെ? ഉയരത്തിൽ നിന്ന്. ആ ശക്തിയുടെ പ്രത്യേകത അറിയാമോ? നിന്നെ വാലിലെ തലയാക്കും. അത് ഓരോരുത്തർ ക്വാളിറ്റി ഉണ്ട്. LKG പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, +2 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, അങ്ങനെ ഉണ്ട് ഓരോ. അപ്പൊ എല്ലാവരും ഒരേ ഗ്രേഡിലുള്ളവരാക്കാൻ പറ്റത്തില്ല. ജോലിയുടെ അനുസരിച്ച് അവന്റെ തലമണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കും. അവന് തലമണ്ട അറിയണമെങ്കിൽ ഡീപ്പായിട്ട് ഇറങ്ങി അറിയാം. പക്ഷെ തീക്കനൽ വന്നാൽ അത് നിന്നെ തീക്കനലായി ടച്ച്, അത് നിന്നെ തൊട്ടാൽ അവന്റെ ഒരു ടച്ചിങ് മതി.
മറ്റുള്ളവരെക്കാൾ നിന്നെ ബലവാനായി മാറ്റും. എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് ഒറ്റ പോയിന്റാ. എടാ, എന്റെ രാജ്യത്തിൽ വരുന്നവൻ കഴിവുള്ളവനൊന്നുമല്ല, പിശാച ജയിക്കുന്നവനാ. സിമ്പിൾ വാർത്ത, ഒറ്റ വാക്ക്. 3 കോടി ആൾക്കാർ മരിക്കുമ്പോൾ ഒരാൾ സ്വർഗത്തിൽ പോകുന്നു. പരിശുദ്ധാത്മ പറയുക, ആ ഒരാൾ ആരായിരിക്കും അറിയാമോ? ലൂസിഫറിന്റെ തലയെ ചവിട്ടിയവൻ. അവനെ കൊണ്ട് പറ്റുന്നുള്ളൂ. അവനെ ചവിട്ടണമെങ്കിൽ സർവായുധ വർഗം ധരിക്കണം. ഓക്കെ, താങ്ക് യു. ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വർഗത്ത് പോകുന്ന വഴിയെ ജനത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശക്തി പ്രാപിക്കാതെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് മനസ്സിലാക്കുക. ശക്തി പ്രാപിക്കാതെ കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തുമില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. പോകുന്നവർ പോകാം, നിൽക്കുന്നവർ നിൽക്കാം, വരാമൊക്കെ ഇനിയും വരാം. ആരും ഉറക്കം എണ്ണിച്ച് വീടന്ന് പോകരുത്, എനിക്കത് ഇഷ്ടമില്ല. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ കണ്ടോ, അപ്പൊ കണ്ണ് തുറന്നിട്ടില്ല. കണ്ണ് തുറക്കാതെ വരുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും പലരെ തോട്ടക്കാരനെന്നും വീട്ടുകാരനെന്നും പണിക്കാരനെന്നും കൂലിക്കാരനെന്നും ചിന്തിക്കാറുണ്ട്. അപ്പൊ കണ്ണ് തുറന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ച് എന്ന് പറഞ്ഞു തരിക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സഹോദരിയോട് തന്നെ വെളിപ്പാട് പറയുക. ഇദ്ദേഹം സ്നാനപ്പെട്ട് വന്നതേ ഉള്ളൂ. നീ ബൈബിൾ താഴെ വയ്ക്ക് മുൻപായി ഒരു കഷ്ണം തീ നിന്റെ തലയിൽ പോന്നിറങ്ങും. മിനിയല്ലേ? ഒരു കഷ്ണം തീ നിന്റെ മേൽ വന്നിറങ്ങും. കാരണം നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. സ്വർഗസ്ഥന്റെ മകളാക്കി കഴിഞ്ഞു. നീ അവന്റെ മണവാട്ടിയായി കഴിഞ്ഞു. ചില മണിക്കൂറിനകം തന്നെ നീ അവന്റെ രക്തത്തിലും അവന്റെ ശരീരത്തിലും നീ പങ്കാളിയായി പോകുന്നു. ഇത്ര ശക്തി വാങ്ങുന്ന നിന്റെ മേൽ റെഡി ഒരു കഷ്ണം തീ അവന്റെ തലയിൽ വെച്ച് തരാൻ പോകുന്നു. ഇപ്പോൾ വരുന്നുണ്ട്. നീ സ്നാനപ്പെട്ട് എണ്ണിച്ചപ്പോൾ നീ വെള്ളത്തിന്ന് യേശുവെയും കൊണ്ടാണ് നീ ചാടിയത്. നീ വെള്ളത്തിന്ന് പൊങ്ങിയപ്പോൾ യേശുവെ കൊണ്ടാണ് നീ ചാടിയത്. ആ ചാട്ടത്തിന് തീ നിന്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല. ഇപ്പോ പിടിയല്ലേ? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. The spirit of the fire. നീ കസേരയോടെ എടുത്ത് ചാടാൻ പോകുകയാണ് ഇപ്പോൾ. നമ്പർ 1 പിതാവാം ദൈവം, നമ്പർ 2 യേശു ക്രിസ്തു, നമ്പർ 3 ഹോളി സ്പിരിറ്റ്. നീ സ്വന്തമാക്കി കഴിഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവന്റെ ശക്തിയുടെ ഉടമയാകുക നീ ഇപ്പോൾ. ഓ, നിന്റെ പട്ടണത്തിൽ ആർക്ക് ലഭിക്കാത്തത്, നിന്റെ വീട്ടിൽ ആർക്ക് ലഭിക്കാത്തത്, ചില മന്ത്രവാദികൾക്ക് ഒതുക്കാൻ പറ്റാത്ത ഒരു തീ ഇന്ന് നിന്റെ വായിന്ന് പുറപ്പെടുമെന്ന് യഹോവയുടെ അരുളപ്പാടിത്. പിടിച്ചോളെ. എന്റെ ദൈവം എന്നെ തൊടുമെങ്കിൽ, ആരോ പറയുന്നു, എന്റെ ദൈവം എന്നെ തൊടുമെങ്കിൽ ഞാൻ ആകപ്പാടെ ഞാൻ ആള് മാറും. ഇതിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇത് പുതപ്പിന്റെ ശക്തി, ഇത് പുതപ്പിന്റെ ശക്തി. പിന്നാലെ ചിലരവൻ ഇളക്കി മറക്കിയപ്പോൾ ഓ കുട്ടപ്പന വൈഡം വൈഡമാനം അവന്റെ തീയണ പകർച്ച, അവന്റെ തീയണ പകർച്ച ചിലരെ കസേരന്ന് ഇളക്കി എറിയാൻ പോകുക. യെസ് യെസ് യെസ്. ആമേൻ ആമേൻ. വരട്ടെ വരട്ടെ. ദൈവം ചിലർ ഇളക്കുന്നത് ഇളകട്ടെ. ഉടബല വൈഡം, ഉടബല വൈഡം. ഇത് ദൈവത്തിന് നാൾ. ഈ കൊടിയ കാറ്റ് എന്റെ മേൽ വരുമെങ്കിൽ, കൊടിയ കാറ്റ് എന്റെ മേൽ വരുമെങ്കിൽ ഇന്ന് ഞാൻ ചിലത് കീഴ്പ്പെടുത്തും. ഇന്ന് ഞാൻ ചിലത് കീഴ്പ്പെടുത്തും. ആരാ ആരാ ഏറ്റെടുക്കുന്നു? ആരാ ഏറ്റെടുക്കുന്നു? എനിക്ക് ചിലത് കീഴ്പ്പെടുത്തണം. യെസ്. എല്ലാവർക്കും ഒന്നും എല്ലാം അനുഭവിക്കുവാൻ കഴിയുകയില്ല. വീട്ടിൽ നിന്ന് പറയും, കർത്താവേ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുക, ഞാൻ നിറച്ചേ വിടാവേ. പക്ഷെ കസേരന് പൊങ്ങത്തില്ല. ഡാഡി പറയും, കൊടുക്കണ്ട, ഇത് കഴിവ് കെട്ടതാണ്. സക്കായെ കണ്ടുപഠിക്കാൻ ദൂരപ്പുണ്ട്. സക്കായുടെ പ്രത്യേകത, അവൻ കഴിവുള്ളവൻ, ആ പൊക്കത്തിൽ കുറുകിയവനാണെങ്കിലും അവന്റെ തലമണ്ടയ്ക്കത്തൊരു തീരുമാനമുണ്ട്. അവൻ തീരുമാനം എടുത്താൽ പിന്നെ അവൻ മാറാറില്ല. അവന്റെ തീരുമാനം, എനിക്ക് യേശുവെ കാണണം. കേട്ടോ, എങ്ങനെയുണ്ട്? പണമല്ല വിഷയം, ശക്തിയല്ല വിഷയം. തീരുമാനം. സത്യം ചെയ്തിട്ട് ഛേദമെന്നാലും മാറാത്തവൻ. ഓക്കെ, കവിത സത്യം ചെയ്തിട്ട് ഛേദമെന്നാലും മാറാത്തവൻ നിന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. യേശു നോക്കുക നിന്നെ. അവൻ നിൽക്കത്തില്ലേ? നീ നിന്റെ കണ്ണിലോട്ട് യേശുവാ നോക്കുന്നത്. അവന്റെ ഒരു മിന്നൽ, യേശു പറയ, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ആരോ വെളിപ്പാട് ഏറ്റെടുക്കുന്നു. യേശുവ, എന്റെ മുൻപിൽ സാത്താൻ വീഴുന്നത് നീ കണ്ടതിനായി തോന്നണം. ആരാ
ഈ വചനം ആരാ ഏറ്റെടുത്തത്? ആരാ ഏറ്റെടുത്തത്? മനമേ ഭയമൊന്നും വേണ്ടി യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടി അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടി സീയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും ഒരു മോശനായി തോന്നിയാലും ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു മോശനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിരുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു മോശനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിരുന്നു. അബ്രഹാം
പരിശുദ്ധ ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നാൽ എന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. എന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം എന്റെ ശത്രുക്കളെക്കാൾ ബലവാനായി മാറ്റുക. എന്റെ മേൽ വ്യാപരിക്കുന്ന തീ അഭിഷേകം എന്നെ ആള് മാറി ഉണ്ടാക്കി കേൾക്കുക. എന്റെ അകത്ത് വ്യാപരിക്കുന്ന തീ തീരവേ. Yes. അവന്റെ ശക്തി വന്നാൽ അവന്റെ ബലം, അവന്റെ കൃപശക്തി എന്നെ നിറയ്ക്കാതെ വിടുകയില്ല. അതിനെ നിറയ്ക്കാതെ വിടുകയില്ല. എന്റെ ഉള്ളവകളിൽ വ്യാപരിക്കുന്ന തീ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ തോൽവി നിനക്കുള്ളതല്ല, നിന്റെ ശത്രുക്കൾക്കുള്ളതാ. വേണ്ടുന്ന വിധത്തിൽ അഭിഷേകത്തെ വാങ്ങാഞ്ഞത് കൊണ്ട് ശത്രുക്കൾ നിന്നെ കീഴ്പ്പെടുത്തുന്നു. അതിന് വേണ്ടുന്ന വിധത്തിൽ അഭിഷേകത്തെ വാങ്ങാഞ്ഞത് കൊണ്ട് ശത്രുക്കൾ നിന്നെ കീഴ്പ്പെടുത്തുന്നു. നീ ഈ ബലത്തോടെ പോകുക. വചനം പഠിപ്പിക്കുന്നത് നീ ഈ ബലത്തോടെ പോകുക. നീ മിതിയാനിയൻ ഒറ്റ മനുഷ്യനെ പോലെ തോന്നി. എത്ര ജയമെടുക്കും? ഒന്ന് പറയാമോ എന്നാ സംഭവിച്ചെന്ന്? എനിക്ക് ഓർമ്മയില്ല. എന്നെ എങ്ങോട്ടോ കൊണ്ടുപോയി. എന്നെ കുറെ ഏഞ്ചൽസ് വന്ന് പേരൊന്നും ഓർമ്മയില്ല. അവരെവിടെ കൊണ്ടുപോയി? എടുത്തോണ്ട് പോയത് ഓർക്കുന്നുണ്ട് ഞാൻ. എവിടെ പോയിന്ന് അറിയത്തില്ല. ഇല്ല ഇല്ല. എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, വെള്ള പൂക്കൾ നിൽക്കുന്ന തോട്ടത്തെ കൊണ്ടുപോയില്ലേ? അവിടെ കൊണ്ടുപോയി 2 ദൂതന്മാരിനെ വലത്തോട് തിരിച്ച് കൊണ്ടുപോയില്ലേ? അവിടെ പോയപ്പോഴേ ഒരു വെളുത്ത ആൾ നിന്നോട് സംസാരിച്ചത്. അത് എന്താ പറഞ്ഞറിയാമോ? നിന്റെ ദുഃഖമില്ല, ഞാൻ തുടച്ചു മാറ്റിയിരിക്കുന്നു. ഇവിടെ ഒത്തിരി സമയം കൊണ്ട് കിടക്കുകയായിരുന്നു. കിടക്കുമ്പോ ഇവിടെ അല്ല, പരദേശിയായി വെള്ളത്തോട്ടത്തിനകത്തൂടെ പോയി വലത്തോടെ തിരിഞ്ഞ് പോയപ്പോൾ അവിടെ ഒരുത്ത നിൽക്കുന്ന കണ്ട് വെള്ള വസ്ത്രധാരിയാണ്. ഇന്നവൻ പലരും മുൻപ് നിൽക്കുന്നവനാണ്. ഇന്നവൻ ഉയർപ്പിന്റെ ദിവസമാ. പലരും മുൻപ് നിൽക്കുന്നവനാ. ഓ, അത് നീയാകട്ടെ, നീയാകട്ടെ, അത് നീയാകട്ടെ. ശക്തി, 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 ശക്തി വിശ്വസിക്കുന്നവരാ ഈ വക അടയാളം. ഇതെല്ലാം വിശ്വാസമുള്ളവർക്കാണ്. അപ്പാ എന്റെ തീയേ, എന്റെ തീജോലയേ, അഗ്നി കണ്ണ, ചുമന്ന കണ്ണ, 7 കണ്ണ, തീ കണ്ണ, എന്നോട് നീ ഇറങ്ങി വാ. സന്തോഷമേ, സമാധാനമേ, ഫയർ. സന്തോഷമേ, സമാധാനമേ,
എന്റെ വീട്ടിൽ വന്നിടണേ. ഒരു ദിവസം അതിഭയങ്കര മഴയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരുത്തൻ എന്നെ തോളിൽ വന്നിങ്ങനെ പിടിച്ചു. അവ ഇങ്ങനെ തോളിൽ പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കോമള രൂപമുള്ളവൻ, അഗ്നി കണ്ണുള്ളവൻ, മാമകത്ത് ഒൻകച്ച കെട്ടിയവൻ. My dear righteous Father, നിന്റെ ശക്തിയെ ഞാൻ എങ്ങനെ വർണ്ണിക്കാതിരിക്കാൻ പറ്റും? ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? നിന്റെ ശക്തി എനിക്ക് ആവശ്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, ചിലത ജയിക്കണമെങ്കിൽ എനിക്ക് ശക്തി ആവശ്യമാണ്. എനിക്ക് ശക്തി ആവശ്യമാണ്. ചിലത ജയിക്കണമെങ്കിൽ എനിക്ക് ശക്തി ആവശ്യമാണ്. ഉന്നതത്തിനാവി ഉയർപ്പിക്കും ഞങ്ങൾ നല്ല ദേവാ. ഈ അഭിഷേകത്തെ കൂടെ എത്ര ആവശ്യമുണ്ട്? അവർ മാത്രം ഇരിക്കുന്നത് എടുത്തേക്കുമെങ്കിൽ യേശു സെക്കൻഡുകൾ ഇറങ്ങി വരും. അതിനെ ബലപ്പെടുത്തുവാൻ ഇടയാക്കിയും സത്യം കഴിഞ്ഞ് വിടുവിക്കുവാൻ ഇടയാക്കിയും തലമുറയ്ക്ക് വേണ്ടി പതനക്കുള്ള മാതാപിതാക്കളെ യേശു ഇറങ്ങി വരികയാണ് വീട്ടിൽ. കൈകൾ ഉയർത്തിക്കൊണ്ടേ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി വീടുന്നേ. ശുഭവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുരുഷാലേ നഗരമേ. കൈകളാൽ തീർക്കപ്പെടാത്തതാ അവന്റെ ശക്തിയുടെ ബലം, അവന്റെ ശക്തിയുടെ ബലം നിന്റെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റിയിലായിരിക്കുന്നത്. യേശു പറയുന്നത് എന്റെ കയ്യിൽ എല്ലാം ഇരിപ്പുണ്ട്, പക്ഷെ വിശ്വാസമുള്ളവൻ അത് പിടിച്ചു വാങ്ങുന്നു. വിശ്വാസമുള്ളവൻ പിടിച്ചു വാങ്ങുന്നു. വിശ്വാസമുള്ളവൻ പിടിച്ചു വാങ്ങുന്നു. അവന്റെ ശക്തിയെ പിടിച്ചു വാങ്ങുന്നത്.
നിനക്ക് മാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്ക് മാത്രം എന്നെ നിന്റെ സ്നേഹം എനിക്ക് മാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ ഞാൻ എപ്പോഴും കണ്ടത് അവന്റെ ഒറ്റ ടച്ച്, അവന്റെ ഒറ്റ തുട. അത് ചുമ്മാ നിൽക്കുന്നവർക്കല്ല, എനിക്കത് ആവശ്യ ഭാരത്തോടെ നിൽക്കുന്നവർക്ക്. വിശന്ന് നിൽക്കുന്നവന് വിശപ്പില്ലാതെ നിൽക്കുന്നതിന് കാരണം അറിയാം. വിശപ്പുള്ളവനൊക്കെ ആഹാരം കിട്ടാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. വിശപ്പില്ലാത്തവന് ചെയ്യുമെന്ന് എനിക്കറിയാം. ത്യാഗത്തോട് വന്നവനെ എങ്ങനെ യേശു അനുഭവിക്കുമെന്ന് അറിയാം. അല്ലാത്തതിനെ അനുഭവിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഒരു കൊടിയ നാള് വരും, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രാക്കാല് വരും. അന്ന് നീ എന്ത് ചെയ്യും? അന്ന് ആരാ നിന്നെ സഹായിക്കാൻ വരുന്നത്? അന്ന് നീ അത് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഇരുന്നാട്ടെ. ഒരു വാഴപ്പിണ്ടിയെ വെട്ടിക്കളയുന്നത് പോലെ പരിശുദ്ധൻ ചിലരെ വെട്ടിവിടുകയാ. ഞാൻ യേശുവോട് ചോദിച്ച ഒറ്റ കാര്യം, പൈസ ഇന്ന് തരം ചോദിച്ചിട്ടേ കർത്താവോട് ചോദിച്ചു, 8 സഭയും ചോദിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരെയും ചോദിച്ചിട്ട് ഒന്നേ ചോദിച്ചപ്പോ തത്വ ജയിക്കാനുള്ള ശക്തി. അന്നും ഇന്നും ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു കാര്യം മനസ്സിലായി, കർത്താവിന്റെ വിത്ത് നിന്റെ മണ്ടയിൽ വീഴുമെങ്കിൽ ഇത് നിനക്കും സംഭവിക്കും. അത് വീഴണമെങ്കിൽ സക്കായ പോലെ എന്നിട്ട് പുറപ്പെട്. നിന്റെ പിന്നാലെ അവൻ വരും, നിന്റെ പിന്നാലെ അവൻ വരും. ഭയങ്കര ബുദ്ധിയുള്ളവനാ. ബുദ്ധിയുള്ളവൻ പറയാ, ഞാൻ യേശുവെ കാണണം, യേശുവിനെ കാണണ്ട. ആദ്യം ഇതിന്റെ കാലുകൾക്ക് ബലം വരുന്നുണ്ട്, ശക്തി വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. മുഴു കള്ളു കൂടിയ നിന്റെ ഭർത്താവ് അത് നിർത്തി അവൻ വേഗത പുസ്തകം പിടിച്ചുകൊണ്ട് നിന്റെ കൂടെ വരാൻ പോകുന്ന വർഷമായി ഈ വർഷം. ചില കള്ളുകൂടിയന്മാർ, പുക വലിക്കുന്നവൻ, കഞ്ചാവ് വലിക്കുന്നവൻ, ഇതെല്ലാം വിട്ടേച്ച് ജീവിക്കുന്നവനെ തേടി വന്ന വർഷമാണ് നിന്റെ വീട്ടിലേക്ക് യേശു കൈമാറാൻ പോകുക. ആരോ ഏറ്റെടുത്തിട്ടുള്ളത് സംഭവിക്കട്ടെ. വീണാന്റെ ചില സമയങ്ങളിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കാത്തത് പോലെ ഇരിക്കും. പക്ഷെ അവൻ കേട്ടുകൊണ്ടേയിരിക്കും. അവന്റെ ഇരിപ്പ് കേൾക്കാത്തവനെ പോലെയാ, അവന്റെ നടപ്പ് കാണാത്തവനെ പോലെയാ, പക്ഷെ അവൻ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. നിനക്കുള്ളത് നീ നേടുമെന്ന് സ്നാനക്കടവിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തിയെങ്കിൽ വീണായ ഒരു ദൂത് പറയാനുള്ളത് അതിന്റെ തുടക്കം ഇന്നായിരിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ ഓർമ്മിക്കുക. പിടിക്കുമെങ്കിൽ പത്രം നീ പിടിക്കുമെങ്കിൽ, നീ പട്ടണം പിടിക്കുമെങ്കിൽ ചിലർ കൈമാറുക.
ഗോലിയാത്ത് ഒരു ചെറു പുസ്തകത്തിന്റെ കൈയിലും കൈമാറിയ പിന്നാലെ ആ കൊടിയ കാറ്റ് ആ കസേരനെ പറിച്ചു കൊണ്ടുവരാൻ പോകുക ഇവിടെ. ഇത് മോശയുടെ വടി. ശക്തരാനവാസി നീ തന്നെ ഇവിടെ വരാൻ പോകുക. ഇത് പുതപ്പിന്റെ ശക്തിയും വടിയുടെ ശക്തിയും ചേർന്നാൽ ചില പുസ്തകങ്ങൾ തുറക്കുക. ഉടമി ഉടസ്തംഭം പ്രൗഢി വൈഡം ദാനം അസ്തം തുനാരി സഭക്കാരമൗടൻ. തോട്ടക്കാരൻ എന്ന് യേശു വിളിച്ചാലും അവൻ ആരെന്ന് മുമ്പ് തെളിയിക്കാൻ പോകുന്നവിടെ. നീ വിളിച്ചത് യജമാനനെ എന്ന, അവൻ വിളി കേട്ടത് മറിയെ എന്ന. വിളിച്ചവൻ വിശ്വസ്തന. നീ ആള് മാറി വിളിച്ചാലും അവൻ ആള് മാറാതെ മറുപടി പറയും. വടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വരും. നീ ആരെ മണ്ടേ കൂടെ നീന്തി വരുന്ന എനിക്കറിയത്തില്ല. വടി നിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓടിയാന്റെ അവിടെ നിന്ന് പറന്നു വരും. എന്റെ ദൈവം എന്നെ പറക്കുമാറാക്കും. ചിറകില്ലല്ലോ. ഏലിയാവ് ചിറകൊണ്ടാ പറഞ്ഞത്. ഫിലിപ്പോസ് പറഞ്ഞത് ചിറകൊണ്ടാ. അതെനിക്ക് അറിയണ്ട. അതിന് കർത്താവിന്റെ ഡിപ്പാർട്ട്മെന്റാ. എന്റെ ജോലി ഞാൻ ചെയ്യട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അഗ്നി എന്റെ മേൽ വരികയായിരിക്കില്ല. ശക്തരാനവാസി. ആരോ ജയമെടുക്കുന്നു, ആരോ ജയമെടുക്കുന്നു, ആരോ ജയമെടുക്കുന്നു. യെസ്, ഞാൻ കൈമാറുക, കൈമാറുക. യെസ്, ആന്റെ ഇവിടെ കൊണ്ടുവരാൻ ഇനി കൊതിയല്ല. പക്ഷേ അവര് വന്ന് ഫ്രണ്ടിൽ വന്നിരിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അവർക്ക് അതിന് പറ്റിയ സീറ്റൊന്നും കിട്ടിയില്ല എന്ന് പറ്റിയില്ല. ഇരു മനസ്സോടെ ഒരുമാതിരിക്ക് അവിടെ ഇരുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? എന്നോട് കാണിച്ചത് ഒരു വടി ഉരുണ്ട് അവരെ കയ്യിൽ പോയി എത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുതപ്പിന്റെ ശക്തിയിലൂടെ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വടിയുടെ ശക്തി എന്ന് പറയുമ്പോ തന്നെ ചിലരുടെ കഴുത്തിൽ കിടക്കുന്ന ചില പാമ്പുകൾ തുറച്ചു വീഴുകയാണ്. വടി കയ്യിലുണ്ടെങ്കിൽ ഈ വടി അത് വിഴുങ്ങാതെ അടങ്ങത്തില്ല. ആരോ ഏറ്റെടുക്കുന്നത് മനസ്സിലാകും. മോശയുടെ വടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഴുങ്ങുക എന്നുള്ളതാണ്. വിഴുങ്ങുക. അതിന്റെ അർത്ഥം നാളുകളായി നിന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആരോ ഏറ്റെടുക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്നവർക്ക് അങ്ങനെ സംഭവിക്കട്ടെ. നാളുകളായി നിന്നെ അലട്ടുന്ന വിഷയത്തെ ഈ ശക്തി വിഴുങ്ങിക്കളയുന്നവിടെ. അത് നിന്നെ തേടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വടിക്ക് ആര് വിഴുങ്ങുവാനുണ്ട്. അത് വിഴുങ്ങണമെങ്കിൽ നിനക്കവൻ തങ്കച്ചിറകൾ തരണം. തങ്കച്ചിറകൾ തന്നാൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അതാണ് മോളി ആന്റിക്ക് അവിടെ തന്ന വിഷയം. പക്ഷേ ഈ വടിയുടെ ശക്തി വരുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്റെ കാലുകൾ അവൻ എടുത്തുകൊണ്ട് ആരാത് ജയമെടുക്കുന്നവരാരാ? ഞാൻ ആത്മാവിൽ പറയുക, ഈ പ്രേയർ ഹോളിനകത്തിരിക്കുന്ന ആരുമായിക്കോട്ടെ, നിങ്ങളുടെ വീടിന്റെ മുക്കിനും മൂലയ്ക്കും പരിശുദ്ധ ദൂതന്മാർ ആയിരങ്ങൾ തടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. നീ ആമേൻ പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നത് കൊണ്ടോ ചില ചെയ്യാൻ പോവുക. ഇറങ്ങട്ടെ
ഇറങ്ങട്ടെ കൊടിയ കാറ്റേ, കൊടിയ കാറ്റേ. പാട്ടെങ്ങനെ പാടും? എനിക്കറിയത്തില്ല, എന്റെ ടൈം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ടൈം കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പോകുന്നില്ല. അത് ചിലത് പറപ്പിക്കും. യെസ്, മഴ പോലെ പെയ്തിറങ്ങി വാ, ഈ മഴ ആർക്ക് വേണം? അവർ മാത്രം. ഈ മഴ ആർക്ക് വേണം? അവർക്ക് മാത്രം. ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ദാഹിക്കുന്നവർ മാത്രം പിടിച്ചോ മതി. ഒരു ചുഴലിക്കാറ്റ് ഇറങ്ങി വരുന്നു. അപ്പ ഇത് ചിലത് പറിച്ചു കളയോ? എന്റെ അപ്പ, ഈ ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ വരവ് ഞാൻ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും അപ്പോസ്തലർ 2-ാം അധ്യായത്തിലേക്ക് കയറി വരും. ആ 2-ാം അധ്യായത്തിൽ കയറി വന്നാൽ നമുക്ക് വേണ്ടത് പിളർന്ന അഗ്നിനാവുകൾ. യേശുവെ കണ്ട് പണം ചോദിക്കാൻ വന്നതല്ല സർക്കാർക്ക് യേശുവെ കാണണം. എന്താ രഹസ്യം? പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ, പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ, ഈ കടൽ മീത് നടന്നവൻ, കാറ്റയും കടലയും കൈകൊണ്ട് അടക്കിയവൻ. ഇത് കണ്ടപ്പോ അവന്റെ അകത്തൊരു തോന്നൽ വന്നു. കുരുടന്റെ കണ്ണ് തുറന്നവൻ, ചെകിടന്റെ ചെവി തുറന്നവൻ, അറിയാത്ത നിലയ്ക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി തരുവാൻ പ്രാപ്തിയുള്ളവൻ. ഞാൻ കൈകഴിക്കാൻ വരട്ടെ. സക്കായി മനസ്സിലായി, അവനെ കൊണ്ട് എല്ലാം കഴിയുമെന്ന് അറിയാം. സക്കായി ഒറ്റ കാര്യമേ ചിന്തിച്ചോളൂ, ഇവനൊന്ന് കണ്ണ് കിട്ടിയാൽ മതി. അവൻ കാണാൻ വളരെ ബന്ധപ്പെട്ടു, പ്രയാസപ്പെട്ടു. കല്ലിനെ കയറി നിന്നു, ചാടി നോക്കി, മറിഞ്ഞു നോക്കി, 5 പേർക്ക് പൈസ കൊണ്ട് പിടിച്ച് കളഞ്ഞു നോക്കി. ജനം തിങ്ങി നടക്കുകയല്ലേ. ദൈവം വെളിപ്പാട് കൊടുത്താ നോക്കടാ, ഒരു കാട്ടത്തിമരം അതാ നിൽപ്പുണ്ട്, അതിന്റെ മണ്ടയിൽ കയറി നോക്കടാ, കാണാൻ പറ്റും. അതിന്റെ അർത്ഥം 1000 വഴികൾ അടഞ്ഞു കിടന്നാലും 1001ാമത്തെ വഴി ചില കാട്ടത്തികൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും. കുളക്കരയിൽ കിടക്കുന്നു പറയുന്നു, ഇതിനെ ഇറക്കി വിടാൻ ആരുമില്ല. 38ാമത്തെ വർഷമായപ്പോൾ രോഗസൗഖ്യത്തിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വരികയാ അവനെ തേടി. പഴകിപ്പോയ വിഷയങ്ങൾ പലത് കിടപ്പുണ്ടെങ്കിൽ അത് പുതുപ്പിക്കുന്ന ഒരുത്തരിപ്പുണ്ട്, അവൻ ഇറങ്ങി വരും ഒടുവിൽ. അതുകൊണ്ട് തോൽവി നിനക്കുള്ളതല്ല, നിന്റെ ശത്രുക്കൾക്കുള്ളതാണ്. കടഭാരത്തിൽ ഒരു ദിവസം മുങ്ങി തകർന്നു തരിപ്പണമാകുമെന്ന് കണ്ട എന്നെ 17 വർഷം കഴിഞ്ഞിട്ടാണ് കർത്താവിനെ പിടിച്ചു പൊക്കിയത്. ഒറ്റ പൊക്കം. കുലശേര സഭയ്ക്കകത്ത്
17 ഭൂതം ബാധിച്ച ഒരുത്തന്റെ വീട്ടിൽ രാവിലെ 4 മണിക്ക് പോയി ഇനി ഭൂതം ഇറക്കേണ്ടി വന്നു. ആ വീട്ടുകാരെ ചോദിക്കുന്നു, നിനക്ക് ഭൂതം ഇറക്കാൻ അറിയാമോ? നീ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നവനല്ലേ? എടാ, സഭ ഏതുമാകട്ടെ, നിന്റെ വീട്ടിൽ ഭൂതം ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നത്. യേശു എത്ര തിങ്ങിയ കൂട്ടത്തിൽ കൂടെ വന്നാലും കാട്ടത്തിയുടെ മുൻപിൽ വന്നപ്പോൾ അവൻ മേളിലോട്ട് നോക്കിയെങ്കിൽ 10,000 അവന്റെ കൂടെ തടിച്ചു കൂടിയാലും ഏതോ പാറവിടവിന്റെ അകത്ത് നീയിരുന്നാലും അവിടെ എത്തി അവൻ നോക്കും. അല്ലെങ്കിൽ അവൻ ഏലിയാവോട് ചോദിക്കത്തില്ലായിരുന്നു, ഏലിയാവെ ഗുഹയ്ക്കകത്ത് നിനക്കെന്തോ കാര്യമെന്ന്. അപ്പോ അതറിയുന്ന ഒരു ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അനാഥയായി പോകുവാൻ, ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ എന്റെ ദൈവം സമ്മതിക്കുന്നില്ല. ഇവിടെ വചനത്തിൽ പറയപ്പെടുന്നത്, അതിന്റെ 16 കൂടെ ഒന്ന് വായിച്ചു തരണം, 14 കൂടെ. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നെയും തിരഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ലതാണ്. പലപ്പോഴും യേശു നമ്മുടെ അടുക്ക നിൽക്കുന്നത് നമ്മൾ അറിയത്തില്ല. ഡാഡി കൂടെ തന്നെ ഉണ്ട്, നമ്മൾ അറിയത്തില്ല. അവിടെയാണ് നമുക്ക് മണ്ടത്തരം. ഏലിശ പ്രവാചകന്റെ ബാല്യക്കാലം, അയ്യോ യജമാനനെ എന്ത് ചെയ്യും, ഒരു പിടിയും അറിയത്തില്ല. കർത്താവ് വിളിച്ചാലും. ഇനി 21 വരുമ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതിന്റെ 1 മുതൽ വേഗത്തിൽ വായിച്ചു പോകാം. അതിനുശേഷം യേശു പിന്നെയും തിബേരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കനായിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ഇവരെന്തിനാ കൂടിന്നറിയാമോ? യഹൂദന്മാരെ കണ്ട് പേടിച്ച അവർ കൂടി. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം മനസ്സിലായോ? കർത്താവ് ഇവനെ നേരത്തെ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, നിന്നെ മീൻ പിടിക്കുന്നതിനായിട്ടല്ല, മനുഷ്യനെ പിടിക്കുന്നതിനാക്കി തീർക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഇവനെയാണ്. അങ്ങനെ ഇവനെ കൊണ്ടുവന്ന് ചൊല്ലും ചോറും അവന് വേണ്ടുന്നതെല്ലാം കൊടുത്ത് കർത്താവ് അവനെ പോഷിപ്പിച്ചു. അപ്പോൾ അല്പസമയത്ത് യേശു ഇല്ല എന്ന് കണ്ടപ്പോൾ അവൻ ആകെപ്പാടെ തെറ്റുകയാണ്. ആ തെറ്റാനുള്ള കാരണം, കണ്ണുകൾ തുറക്കപ്പെടുന്നില്ലെങ്കിൽ അനേകര് വിശ്വാസം പിന്തിരിഞ്ഞു പോകും. യേശു ഒരു വാക്ക് പറഞ്ഞിരുന്നു, യേശുവിന്റെ പിന്നാലെ വരണമെങ്കിൽ മറുചേട്ടൻ ഒത്തിരി നഷ്ടങ്ങൾ നമുക്കുണ്ടാകും, ഭയങ്കര നഷ്ടങ്ങളുണ്ടാകും. നഷ്ടപ്പെടാതെ യേശു കിട്ടാൻ ആർക്കും കിട്ടിയിട്ടുമില്ല. നഷ്ടപ്പെടാതെ യേശു ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. വലിയ നഷ്ടങ്ങൾ വന്നാൽ യേശു കിട്ടത്തുള്ളൂ. കാരണം സ്വർഗത്തിൽ പോകുന്നതും യേശുവിന്റെ സിംഹാസനത്തിൽ പോയി ഇരിക്കുന്നതോ കളിയ അറിയാഞ്ഞുകൊണ്ടാ. ഇപ്പൊ അറിയത്തില്ല. നിനക്കൊരു പ്രായം ആകട്ടെ, ഈ മരണത്തോട് അടുക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് ഓപ്പൺ ആകുന്നത്. അന്നേരമാണ് നീ ഇവിടെ കാണിച്ചു കൂട്ടിയതിന്റെ അനുഭവം. പിശാചിന്റെ അനുഭവമാണ്. ഉള്ള ഭൂതനില കയറി ചോടി നിന്റെ ഫ്രണ്ടിൽ നിൽക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ അകത്ത് തിളങ്ങും തീക്കരൻ. കുശദസ്ത്രയെ എല്ലാവരാലും നീ പരിഹസിക്കപ്പെട്ടാലും, എല്ലാവരാലും തള്ളപ്പെട്ടാലും, പക്ഷെ നിന്റെ അകത്തൊരു തീയാകുന്ന വിത്ത് അവിടെ കിടപ്പുണ്ട്. നിന്നോടാ പറയുന്നത്, തീയാകുന്ന ഒരു വിത്ത് നിന്റെ അകത്ത് കിടപ്പുണ്ട്. ദൈവം അത് കിളിർപ്പിക്കും. അത് കിളിർപ്പിക്കുമ്പോൾ നിന്നവൻ എഴുന്നേൽപ്പിക്കും. നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിൽ നിന്ന് 33 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ വച്ച് നീ ഒരാളോട് ചില കാര്യം സംസാരിക്കും. അത് അതുപോലെ സംഭവിക്കും. അന്നു മുതൽ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം
യഹോവ ഈരേ. അതിനൊരു തീ അഭിഷേകം. മകനെ തൊടല്ലേ അവിടെ. പരിശുദ്ധന്റെ ശക്തി നമുക്കറിയാം. പെട്രോളും തിരിയും ഉണ്ടെങ്കിൽ, ലൈറ്റർ ഉണ്ടെങ്കിൽ അവിടെ തീ കത്തും. അവിടെ അകത്ത് ഇരിക്കുന്ന തീ ആണെങ്കിൽ അതിപ്പോ ചാടി മറിഞ്ഞ് ഇവിടെ വരും. ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ തൊടാൻ പോകുന്നു. പക്ഷേ പരിശുദ്ധന്റെ ശക്തിയുടെ അനുഭവം നിന്നെ അവിടെ നിർത്തുകയില്ല സഹോദരൻ. യെസ്, അത് കാരണം നിന്ദിച്ചവരെ മുൻപിൽ ദൈവത്തിനെ നിനക്ക് എന്തോ ചെയ്യുവാനുണ്ട്. നിന്നെ ഭ്രാന്തി എന്ന് വിളിച്ച് 500 രൂപ തരാതെ നിന്നെ തള്ളിക്കളഞ്ഞൊരു കുടുംബമുണ്ട്. നിനക്ക് ഓർക്കൊള്ളുന്നുണ്ടോ? 3.5 വർഷത്തിന് മുന്നേ ഇതുപോലെ ചിലരെ മുൻപിൽ അവന് നിന്നെ പിടിച്ച് ഉയർത്തണമെങ്കിൽ എസ്തറേ, നിന്റെ ഉപവാസം ഫലിക്കുമെന്ന്. ഉണ്ടാക്കിയ കഴുകുമരത്തിൽ അവനെ തന്നെ തൂക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം. ആലോചിക്കാം. അവൻ വെച്ച കഴുകുമരം അവന്റെ കഴുത്തിൽ നിന്ന് തൂക്കും. അവൻ വാങ്ങിക്കോ തീ അഭിഷേകം. ശക്തി, ശക്തി. നിന്റെ അടിവായിട്ട് നീ ഇളകുന്ന ഒരു വേദനയെ കർത്താവ് ഇന്ന് കരിച്ചു കളയുന്നു. ഹോളി സ്പിരിറ്റ് എന്ന് നിനക്ക് സ്വന്തമാകുന്നു. ആ നിമിഷം പറഞ്ഞ ആളുകളായി എപ്പോഴും നോക്കിക്കോ. ഇവിടെ നടക്കുന്ന പത്രോസും കൂട്ടരും ഒരു പുതിയ തീരുമാനമെടുത്ത്. വായിച്ചാട്ടെ തന്നെ 3 മുതൽ. വേഗം പോകാം, സമയമാണ്. ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ആ രാത്രി അവർ ഒന്നും പിടിച്ചില്ല. കേക്ക്, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ ഒന്നും പിടിക്കത്തില്ല. കഴിവ് കൊണ്ട് നീ ജീവിക്കും നോക്കിയാൽ നടക്കത്തില്ല മക്കളെ. കഴിവിന് പരിധിയുണ്ട്, ലിമിറ്റാ. അൺലിമിറ്റ് അവൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഭൂമിയിൽ പലരെയും കണ്ടു. അൺലിമിറ്റ് അവൻ മാത്രമേ ഉള്ളൂ. വേറെ ആർക്ക് അൺലിമിറ്റ് ആകാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ വിത്ത് ഉളവായതെല്ലാം അവനിൽ കൂടെയാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തയില്ല, അവന്റെ മേൽ കറക്റ്റ് ചെയ്തേക്കണം. വായിച്ചാട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ അവർ യേശുവിനെ അറിയുന്നില്ല. ഓക്കെ. മതി. ഞാൻ ഈ ഒറ്റ വാക്കും നിങ്ങൾ പറയാവുന്ന വിഷയം, ഇന്ന് കടന്നു വന്ന ദൈവമക്കളെ, പലപ്പോഴും വല വീശിയിട്ടും നാം പോകുന്ന വഴി ശരിയല്ല ദൈവത്തിന് അറിയാം. ശരിയല്ലാഞ്ഞ കൊണ്ടാണ് വലയ്ക്കകത്ത് പലതും കയറാത്തത്. എങ്കിലും അവൻ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. എടുത്ത വലയിൽ കൂടെ തന്നെ നിറവുകൾ വരും. അവൻ പറയാനുണ്ട് ഏറ്റവും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്നവനെ പാസ്സാക്കാൻ പോകുക. പാസ്സാക്കാൻ പോകുക. അവന്റെ വാക്ക് വലത് ഭാഗത്ത് വല വീശിനി എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ അർത്ഥം അവന്റെ വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുകയെ എന്നാൽ അത് നിനക്ക് കിട്ടും. അപ്പൊ കിട്ടാതെ പോകത്തില്ല കേട്ടോ. അത് ഉറപ്പിക്കുക. ഇവിടെ കിട്ടട്ടെ, ലഭിക്കട്ടെ,
power. അവരെ കൊണ്ട് വല വലിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മീനിന്റെ പെരുപ്പം ചെയ്തുവാൻ അത് വലിക്കുവാൻ കഴിയില്ല. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ശരിയാ. അത് എന്നെ ഒരിക്കൽ വചനം പഠിപ്പിച്ചത് മോശയുടെ വിഷയം. കർത്താവ് മോശയോട് പറഞ്ഞു വിടുകയാണ്, ഫറവോന്റെ മുൻപിൽ പോയി നീ അത്ഭുതം അടയാളം ചെയ്യുന്നില്ലെങ്കിൽ അവൻ നിന്നെ വിശ്വസിക്കത്തില്ല. കർത്താവാകുന്നു എന്ന് പറഞ്ഞു. 8 വായിച്ചാട്ടെ. ശേഷം ശിഷ്യന്മാർ കരയിൽ ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവൻ തീക്കനലും. ഹലോ, യേശു കുറിച്ച് പറഞ്ഞ വാക്ക അവൻ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ഓക്കെ വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. ഓക്കെ. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അനുഗ്രഹം ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഓക്കെ. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. അതിന് ആൻസർ ഓർമ്മയില്ല. യേശു വന്ന അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോ ആരാ സംസാരിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ പരാജയങ്ങൾ പോലെ തോന്നിയാലും നിലനിൽപ്പ് ഇല്ലെങ്കിലും തൊട്ടതും പിടിച്ചതും പരാജയമാണെങ്കിലും എന്ന് ഞാനൊരു ലൈൻ ഇട്ട് പറയുക, അത് ഇന്നോടെ സ്റ്റോപ്പാകും. ഇനി റിവൈവലിന്റെ നാളുകൾ, ഉണർവിന്റെ നാളുകൾ, ഉയർച്ചയുടെ നാളുകൾ, വിടുതലിന്റെ നാളുകൾ നിന്നെ തേടി വരികയാണ്. പ്രാർത്ഥിക്കുന്ന മേഖലയിൽ, നിലവിളിക്കുന്ന വിഷയത്തിന്റെ മേൽ യേശു ഇറങ്ങി വരികയാണ്. ഒറ്റ വെളിപ്പാട്. വലത് കയ്യിൽ 5 അപ്പം, ഇടത് കയ്യിൽ 2 മീൻ. ഇത് തിന്നുവാൻ കാത്തിരിക്കുന്നത് 25,000 പേർ. 5,000 പുരുഷന്മാരും 5,000 സ്ത്രീകളും 10-15,000 മക്കൾ കുഞ്ഞുകുട്ടികളുമായി 25,000 അധികം പേർ കാത്തിരിക്കുമ്പോൾ അവൻ ഏകനായി നിന്നുകൊണ്ട് മരുഭൂമിയിൽ നിന്നുകൊണ്ട് പിതാവാൻ ദൈവത്തിനുള്ള പ്രത്യാശയോടെ അവൻ ഉയരത്തിലേക്ക് ഉയർത്തി പറയുക, അവനത് അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ സഭയിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അവര് മാത്രം എണിച്ചാട്ടെ. അവര് മാത്രം എണിച്ചാൽ മതി. ചില വീടുകളിൽ ചില പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരേണ്ടതിന് ഈ 2 മീൻ 25,000 മാറട്ടെ. അഞ്ചപ്പം 25,000 മാറട്ടെ. നിന്നതല്ല നാം ദൈവം നമ്മை നിർത്തിയതാ, നേടിയതല്ല
തന്നതല്ലേ, നിന്നതല്ല നാം. ദൈവം നമ്മை നിർത്തിയതാം, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാളെ സ്തുതി പാടിടാം. ശക്തിയോടെ നിന്റെ മക്കൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തിബരിയാസ് കടൽത്തീരത്ത് വന്നതുപോലെ ഇവ പരാജയപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥന 40-ാം ദിവസം
ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഗോത്ര പിതാക്കൾക്ക് ഒത്തോണം 12 കല്ല് എടുത്തു വച്ച് ഇസ്രായേൽ എന്ന് പേരിടട്ടെ ഞങ്ങൾ. വിറകടുക്കി കാളെ കണ്ടകണ്ടമാ വെട്ടി തോടുണ്ടാക്കി വെള്ളം നിറച്ച ഏലിയാവ് പറഞ്ഞതുപോലെ യഹോവേ യഹോവേ നീ തന്നെയാ ദൈവം, യഹോവേ നീ തന്നെയാ. ഇന്ന് ഞങ്ങളുടെ പേര് നിന്റെ മനസ്സ് ഇളകി വരണമേ, ഇളകി വരണമേ. നീ തീ കൊണ്ട് ഉത്തരമുള്ള ദൈവം നീ തന്നെയാ. കാലത്തെയും സമയത്തെയും മാറ്റിമറിക്കുന്നവൻ നീ ഒരുത്തരാ എന്ന് അവൻ നിലവരെ കുനിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ, അതിനർത്ഥം ഈ ആരാധന കഴിയുന്ന ഉടനെ ഉടനെ യഹോവയുടെ തീ, യഹോവയുടെ തീ ചിലരെ തേടി വരികയാ, തേടി വരികയാ. യഹോവയുടെ തീ ഇറങ്ങി കാളയെ പിറകെ ദഹിപ്പിച്ചു, മണ്ണ് ദഹിപ്പിച്ചു, തോട്ടിക്കുന്ന വെള്ളം പതിച്ചു, വിട്ടില്ല. ബാലന്റെ എണ്ണ പ്രവാചകനെ പിടിപ്പിനെന്ന് ഏലിയാ പറഞ്ഞു. ഒരുത്തനും ചാടിപ്പോകരുത്. ഇന്ന് ആത്മാവിൽ പറയുന്നു, നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ വീടെ ജീവിക്കാൻ വിടാതെ നശിപ്പിച്ച ഒരുത്തനും ഈ തീയുടെ കയ്യിൽ നിന്ന് ചാടിപ്പോകരുത്. ഈ അഗ്നിയോട് താരമാകണം. ജയമെടുക്കുന്നവന് ജയമെടുക്കുന്ന വീടുകളിൽ സംഭവിക്കണം. നിങ്ങളുടെ ശത്രുക്കൾ ഇനി ചാടിപ്പോകരുത്. ഇനിയുള്ള നാളുകൾ സ്വസ്ഥതയാ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അവൻ അവരെ കീശം തോട്ടിക്കൊണ്ടുപോയി വെട്ടിക്കളഞ്ഞു. ആദാവോട് പറയുന്നു, വേഗത്തിൽ രഥം പൂട്ടിക്കൊള്ളുക, വേഗത്തിൽ രഥം പൂട്ടിക്കൊള്ളുക. മഴയുടെ ശബ്ദം കേൾക്കുന്നു. എപ്പോൾ ശത്രുക്കൾ വെട്ടേറ്റി വീഴുന്നു ആ നിമിഷവചനം മഴയുടെ ശബ്ദം ആരോ ഏറ്റെടുക്കുന്നു. ഓ ഓ 3 വർഷം അടച്ചു വെച്ച മഴ മടങ്ങി വരികയുണ്ട്. നാളുകളായി അടച്ചു വെച്ച തുറന്നു വരികയാണ്. സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ ഈ വചനങ്ങൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ.
സഭക്കന്തുര അറിവജാലം. സഭയാകുന്ന കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് ഇന്ന് കൂടി എന്നെ ദൈവത്തെ ആരാധിക്കുവാൻ ഉപവാസത്തോടു കൂടെ കണ്ണുനീരോടെ കൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. ആ രക്തത്തിന്റെ ശക്തി സഭയാകുന്ന കുടുംബങ്ങളെ അനുഗ്രഹിച്ചതിനായി, ഓരോരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ചതിനായി കർത്താവെ, ഫുഡ് വിളമ്പുവാൻ കഷ്ടപ്പെട്ട് ഓടിയ കുടുംബങ്ങൾ, സഭയിലെ ചെയ്ത ഉപഹാരങ്ങൾ, എല്ലാവരും അവരുടെ വണ്ടിയിൽ എല്ലാവരും കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്ത കുടുംബങ്ങൾ, സഭയാകുന്ന കുടുംബത്തെയും വിഷയങ്ങളെയും ഉപവസിച്ചവരെയും സ്നാനപ്പെട്ടവരെയും ദൈവദാസന്മാരെയും എല്ലാവരും ഒത്തുകൊണ്ട് ശക്തിയോടെ ഫിലിപ്പുകൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്ത വിശ്വസനും വാക്കുപാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ആഴ്ചവട്ടത്തിലെ 1-ാം ദിവസം 4-ാം മാസത്തിന്റെ 20-ാം ദിവസം കർത്താവേ, ഈ കർത്താവെ നല്ലൊരു ദിവസത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. പാർശ്വം കൂടെയുള്ള കർത്താവെ 40, 21, 7, 3 ദിവസം ഉപേക്ഷിച്ചവരെ പ്രത്യേകം കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ഹല്ലേലൂയ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവെ അവരുടെ വിഷയങ്ങളെ കർത്താവെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഉപവസിച്ചത് വെറുതെ ആകാതെ കർത്താവെ നാൾക്കുനാൾ ശക്തി പ്രാപിച്ചവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർശ്വ കുടുംബത്തെയും കരങ്ങളെ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്താൻ ശക്തീകരിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായി ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഓരോ കുടുംബത്തെ ആളാം പ്രതിയായി പേരായി കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. രോഗത്താലും വലയുന്നുണ്ട്, പൈശാചികത്താൽ വലയുന്നുണ്ട്, കടഭാരത്താൽ വലയുന്നുണ്ട്, കിടപ്പാടമില്ല വലയുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ല വലയുന്നുണ്ട്, വിവാഹപ്രായമായിരിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് കർത്താവേ, അവരുടെ ആവശ്യങ്ങളെല്ലാം കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ദേശത്തിൽ കർത്താവെ ഉപവസിച്ചവരെ കർത്താവയുടെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കുന്ന കൃപയ്ക്കായി നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരെ സൽഗുണങ്ങളെ ഓട്ടിക്കുവാൻ തക്കണം. തിരഞ്ഞെടുത്ത ഒരു ജാതി രാജപുരോഹിത വർഗവും വിശുദ്ധ വംശവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോൾ ദൈവത്തിന്റെ ജനം എന്ന് കർത്താവെ. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ ജനമായി ഉപവസിച്ചവരും കർത്താവെ സ്നാനപ്പെട്ടവരും കർത്താവെ അവന്റെ വചനപ്രകാരം ജീവിപ്പാൻ ഓരോരുത്തരും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്ന് ഭാഷനെ എല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്നു, അവിടെ ആവശ്യങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, അവരുടെ കുടുംബത്തെ കരങ്ങൾ വിഷയങ്ങളെല്ലാം കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവരെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, വിദേശത്തായിരിക്കുന്ന ഹല്ലേലൂയ പോലെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവനെയും കർത്താവെ ഉപവസത്തിൽ കർത്താവെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ഫുഡ് കർത്താവെ കഷ്ടപ്പെട്ട് കർത്താവെ അവരെ അത്രയും എല്ലാം കർത്താവ് കൃത്യസമയത്ത് എത്തിച്ച കൃപയ്ക്കായി സ്തോത്രം. അത് കഴിക്കുന്നവരും കർത്താവെ, അത് കഷ്ടപ്പെടുന്നവരെല്ലാം കർത്താവെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം തൃപ്തരായി കർത്താവെ ഹല്ലേലൂയ ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോകാത്ത ഒരു നാൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഓസ്രായനായ യേശുവിന്റെ നാമം താഴ്മയപേക്ഷിക്കുന്നു, കൃപയുടെ കെടുത്തണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ തൊട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. നാം എല്ലാവരെയും സുഖമായി അവരുടെ വീടിൽ കൊണ്ട് എത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാം നന്മ ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. എല്ലാം മാനിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ സമാധാനവും പരിശുദ്ധാത്മാവും നിന്റെ കൂട്ടായ്മയും ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഉപവസിച്ചവരോടും സ്നാനപ്പെട്ട എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളുടെ പ്രേസൻസ് ഇന്ന് നിങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയമെന്ന കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. Email firegardenpta@gmail.com.